ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്നലത്തെ കുറച്ച് ചെറിയ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു നോമ്പ് തുറയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സാധാരണ ഒരു വീടാണ്, സാധാരണ ആൾക്കാരുമാണ്. അപ്പോൾ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്തൊരു നോമ്പ് തുറയായിരുന്നു. പിന്നെ ആൾക്കാരും കുറവ് തന്നെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മായും മാത്രമേ ഉള്ളൂ നോമ്പ് നോക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ആൾക്കാർ കുറവായതിൽ തന്നെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ വയസ്സായ ആൾക്കാരാണ്, അവർക്കൊന്നും നോമ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളുമാണല്ലോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇതെൻ്റെ വീട്ടിലുണ്ടായ പൂക്കളും പിന്നെ കുറച്ച് ചാമ്പങ്ങയൊക്കെയാണ് കേട്ടോ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പഴംപൊരിയാണ് എണ്ണപ്പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വ്യത്യസ്തമായിട്ട് കുറച്ച് ജീരകമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പഴമൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉമ്മാക്ക് അത്രയ്ക്ക് വയ്യാത്തൊരു ഉമ്മയാണ്. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലതും ചെയ്യുന്നത്. ഉമ്മയുടെ കൈക്ക് കുറച്ച് പ്രശ്നമുണ്ട്, അത് കാരണം. അപ്പോൾ ഇന്ന് പത്തിരി ഉണ്ടാക്കാനായിട്ട് വെള്ളം ഞാൻ തന്നെ എല്ലാം അടുപ്പത്ത് വെച്ച് ഞാൻ തന്നെ പൊടിയൊക്കെ വാട്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വന്തം വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും പണിയെടുക്കണമല്ലോ, നമ്മളിങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാനും കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴംപൊരി പൊരിക്കാനായിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി എണ്ണയൊക്കെ നന്നായി ചൂടായി ഞാൻ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് പഴം പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതും കൂടി പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്തിരി ജ്യൂസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പഴംപൊരി എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പത്തിരിക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ പത്തിരിക്ക് പൊടിയൊക്കെ നന്നായി വാട്ടി പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഐഫമോള് നിൽക്കുന്നുണ്ട്. പിന്നെ ചെക്കനും അതേപോലെ അതിന് അടുത്ത് നിന്നിട്ട് പത്തിരിയൊക്കെ നെക്കി തരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഉമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ഭയങ്കര ഇതിലാണ്. അടുപ്പിലാണ് പത്തിരി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പരത്തിയിട്ട് പത്തിരിയും ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുത്തു. കറി ഇപ്പം ഇറച്ചിക്കറിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മേശപ്പുറത്തേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാങ്ക് വിളിക്കാനുള്ള നേരം കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ചുമ്മാ ഒന്നും മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഐഫമോളും ചെക്കനും ഇവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ്. അപ്പോൾ നമ്മൾ ബാങ്കൊക്കെ വിളിക്കുമ്പോഴൊക്കെ നോക്കിയാണ് നിൽക്കാനും അങ്ങനെ നിന്നു. പിന്നെ ഇങ്ങനെ മുറ്റത്തൊക്കെ നിന്നു. മുറ്റത്തൊരു പേരമരം ഉണ്ടായിരുന്നു. അപ്പം ആ പേരയിൽ ഞാനൊരു ചെറിയൊരു പേരക്ക കണ്ടു. അപ്പോൾ അത് ഞാൻ 2 പേരക്ക അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പേരക്ക ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല പഴുത്ത പേരക്കയാണ് കേട്ടോ. അവിടെ മുറ്റത്ത് തന്നെ ഉണ്ട് ഒരു പേരമരം, അതാണ് ഇത് കേട്ടോ. അപ്പോൾ ശരി എന്നാൽ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.